Hello, welcome back to my channel and I'm your Sabagaras. അപ്പോൾ ഇതല്ല നമ്മുടെ ചാനൽ മാറിപ്പോയി. ഇതാണ് നമ്മുടെ ചാനൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇവിടെ ഫംഗ്ഷൻസിനെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി റിട്ടേൺ ടൈപ്പ് ഉള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കണം. അത് നമുക്ക് അതിലോട്ട് വരാം. അതിന് മുൻപ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കളക്ഷൻസ് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് കളക്ഷൻ ഒബ്ജക്റ്റ് ആയിട്ടുള്ള ലിസ്റ്റിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതിലും അത് ബേസിക് ആയിട്ടുള്ള കാര്യമായിരിക്കും ഇപ്പൊ കവർ ചെയ്യുന്നതായിരിക്കാം. ആദ്യം ബേസിക് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ലെവലിലോട്ട് കയറിയാൽ മതി. ഏത് കാര്യങ്ങളും പഠിക്കുകയാണെങ്കിൽ പോലും ബേസിക് തറവാക്കിയിട്ട് അടുത്തയിലോട്ട് പോയാൽ മതി കേട്ടോ. സോ വൺ സെക്കൻഡ്, ഞാൻ നോട്ട് പാഡ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, ഫൈൻ. അപ്പോ നമ്മൾ നോർമലി ഒരു വേരിയബിളിലോട്ട് എങ്ങനെ വാല്യൂ സ്റ്റോർ ചെയ്യുക? ഇൻറ്റ് നം ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതേ സ്ഥാനത്തേക്ക് പുതിയൊരു വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റ് നം 1 ഈക്വൽ ടു 10 അങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത് അല്ലേ? പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ വാല്യൂസും സെയിം ടൈപ്പുള്ള എല്ലാ വാല്യൂസും എന്ത് ചെയ്യാം? ഒരൊറ്റ വേരിയബിളിലോട്ട് മാത്രമായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിന് നമുക്ക് ഈ കളക്ഷൻ ഒബ്ജക്ട്സ് യൂസ് ചെയ്യാം. അതിന്റെ ഫസ്റ്റത്തെ കളക്ഷൻ ഒബ്ജക്റ്റ് ആണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലിസ്റ്റിൽ തന്നെ ഒരു 6-7 ടൈപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിലിപ്പോൾ ബേസിക് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ നോക്കുന്നുണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് നോക്കാം. ക്ലിയർ അല്ലേ? ഓ, ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോഗ്രാം ചെയ്തിട്ട് തുടങ്ങാം. ഇവിടെ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തായിരുന്നു? ഓക്കെ, കളക്ഷൻസ്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. പകരം ഓക്കെ, ഇവിടെ ഞാനിപ്പം ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. വാർ മൈ ലിസ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുന്നതാണ് കേട്ടോ ലിസ്റ്റ് എന്ന് പറയുന്നത്. 1 2 3 4 5 6 7 എത്ര നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടില്ല, പകരം വാർ എന്നാണ് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്ത് നോക്കുന്നത്. അപ്പൊ വാർ കൊടുക്കുകയാണെങ്കിൽ എന്താണ്? ഏത് വാല്യൂ ആണോ നമ്മൾ അസൈൻ ചെയ്യുന്നത് അതിന്റെ ടൈപ്പ് ഓട്ടോമാറ്റിക്കലി അതിനെടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് നമ്മൾ പ്രിന്റ് ചെയ്യിക്കാം. ഒരു മിനിറ്റ്, ഇതിന്റെ മുകളിൽ മൈ ലിസ്റ്റിന്റെ മുകളിൽ കേഴ്സ് ഓവർ ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇത് കണ്ടോ? The value of the local variable mylist isn't used. The removing the variable is used. ലിസ്റ്റിന്റെ ടൈപ്പ് കണ്ടോ? ടൈപ്പ് ഇന്റ് എന്നുള്ള രീതിയിൽ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിലിപ്പോ വാല്യൂ ഡാറ്റ ടൈപ്പ് അവിടെ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, പോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് മൈ ലിസ്റ്റ് എന്നുള്ളത് പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, അയ്യോ, പ്രിന്റ് മൈ ലിസ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ മൈ ലിസ്റ്റിന്റെ ടൈപ്പ് എന്താ? ടൈപ്പ് ഇന്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ കാണാൻ പറ്റും. ഇനി അതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആ സ്ക്വയർ ബ്രാക്കറ്റിൽ അതവിടെ പ്രിന്റ് ചെയ്തിട്ട് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഫുള്ള് നമ്മൾ ഇൻഡിജർ കൊടുത്തുകൊണ്ടാണ് ഇൻഡിജർ ലിസ്റ്റ് ഇതിൽ വന്ന് നോക്കുന്നത് അല്ലേ? ഇതേ സ്ഥാനത്ത് ഞാൻ വാർ മൈ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുക്കണം. 1 2 3 4 ഇനി 5.6 എന്നാണ് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് പ്രിന്റ് മൈ ലിസ്റ്റ് 1 ഇത് ഞാൻ പ്രിന്റ് ചെയ്യിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് നമുക്കൊന്ന് റൺ ചെയ്യാം. അത് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ മൈ ലിസ്റ്റ് 1ന്റെ മുകളിൽ കേഴ്സ് ഓവർ ചെയ്തേ. അപ്പൊ എന്താ അതിന്റെ ടൈപ്പ് നോക്കുന്നത്? ലിസ്റ്റ് നം എന്നാണ് ടൈപ്പ് നോക്കുന്നത്. കാരണം നമ്പേഴ്സിന്റെ ടൈപ്പ് ആയിട്ടാണ് അത് എടുത്ത് നോക്കുന്നത്. ഓക്കെ, എന്നിട്ട് അവിടെ ഇൻഡിജർ മാത്രമല്ല ഒരു ഡബിളും കൂടി അവിടെ വന്നു. അതുകൊണ്ട് അതിന് മൊത്തമായിട്ട് നം എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലോട്ടാണ് അത് മാറ്റി നോക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഞാൻ വാർ മൈ ലിസ്റ്റ് 2 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 1 2 3 ഇനി ഞാനിവിടെ ഇവിടെ ഒരു സ്ട്രിങ് ആണെന്ന് വിചാരിക്കാം. സൈബ ഗോഡസ് എന്നുള്ളൊരു സ്ട്രിങ് ആണ് ഞാൻ കൊടുത്തതെന്ന് വിചാരിക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് മൈ ലിസ്റ്റ് 2 അതൊന്നുകൂടെ റീറൺ ചെയ്യാം. അതവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിന്റെ ടൈപ്പ് നോക്കുകയാണെങ്കിൽ എന്താ നോക്കുന്നത്? ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇതിലിപ്പോ ഒരു സ്ട്രിങ്ങും കൂടി വന്നു. അപ്പൊ ഇതിന്റെ ടൈപ്പ് എന്താ? ഒബ്ജക്റ്റ് ലിസ്റ്റ് ആയിട്ടാണ് അവിടെ വന്ന് നോക്കുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് വാല്യൂ ആണ് അസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അതിന്റെ ഡാറ്റ ടൈപ്പ് അവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എനിക്കിപ്പോ ഡൈനാമിക് ആയിട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ലിസ്റ്റ്
അല്ല ഡൈനാമിക് അല്ല, ഇപ്പൊ നമ്മൾ ഇൻഡ് ഇങ്ങനെ കൊടുക്കുന്നില്ല, ലിസ്റ്റ് ഇൻഡ് L1 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, 1 2 3 ഇൻഡിജറിന്റെ മാത്രമായിട്ട് കീയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, പ്രിന്റ് L1. ഓക്കെ, അപ്പൊ L1 അവിടെ കേഴ്സ് ഓവർ ചെയ്യുമ്പോൾ അത് ഇൻഡിജർ മാത്രമായിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റും, ഇങ്ങനെയാണ് ലിസ്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അതല്ലാതെ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇതാണ് ആക്ച്വൽ ലിസ്റ്റ് ഡിക്ലറേഷൻ. ഓ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലെ. ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലിസ്റ്റ് ഇതിനുള്ളിൽ നമ്മൾ എന്താണ് ടൈപ്പ് വേണ്ടത്, എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡാറ്റ ടൈപ്പ് ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേരിയബിൾ നെയിം ലിസ്റ്റ് നെയിം ഈക്വൽ ടു വാല്യൂ 1 വാല്യൂ 2 സ്പെല്ലിംഗ് മാറിപ്പോയി, അതേപോലെ വാല്യൂ n. അത് ഏതാണ്, ഇവിടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ടൈപ്പാണോ കൊടുത്തു നോക്കുന്നത് ആ ടൈപ്പിലുള്ള വാല്യൂസ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇൻഡിജർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലിസ്റ്റ് ഇൻ L1 ഈക്വൽ ടു 1 2 3 ഇങ്ങനെ കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇനി സ്ട്രിങ് വേണമെങ്കിലോ, ലിസ്റ്റ് സ്ട്രിങ് L2 ഈക്വൽ ടു ഹായ് ഹലോ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അതിന് പുറമെ നമുക്ക് ഡാറ്റ ടൈപ്പ് കൊടുക്കാതെ ഡിക്ലെയർ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഇനി എനിക്കിപ്പോൾ ഡൈനാമിക് ആയിട്ടും കൊടുക്കാം, ലിസ്റ്റ് ഡൈനാമിക്, സ്പെല്ലിംഗ് മാറിപ്പോയോ, ഡൈനാമിക്, പിന്നെന്താ, അപ്പോൾ ഞാൻ ഡാറ്റ 1 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, 1 2 3 ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഹായ്, അത് പല ടൈപ്പുകൾ നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അവിടെ ഞാൻ കോമ ഇട്ടിട്ടില്ല, അതാണ് എറർ. ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിന്റ് ഡാറ്റ 1 പ്രിന്റ് ചെയ്യിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ ടൈപ്പ് എന്താ, ഡൈനാമിക് ടൈപ്പ് ആണ് വന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. ഇപ്പൊ ഇതിൽ നമ്മൾ കൊടുക്കണ വാല്യൂ എന്താണോ അത് അതേപടി ഇവിടെ പ്രിന്റ് ചെയ്യിക്കലാണ് ചെയ്ത് നോക്കുന്നത് അല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാം. ഫോർ ലൂപ്പ് വെച്ചിട്ട് ഓരോരോ വാല്യൂസ് ആയിട്ട് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യിക്കാം. ഇതൊക്കെ ഒറ്റയടിക്കല്ലേ പ്രിന്റ് ആവുന്നേ, അതിന് പകരം ഓരോരോ വാല്യൂ ആയിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാം. അതിന് മുൻപ് നമുക്ക് ഇതിൽ പൊസിഷൻസിന്റെ കാര്യം ഒന്ന് അറിയാനുണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ലിസ്റ്റ് കോപ്പി ചെയ്യാം, ഈ ഒരു ലിസ്റ്റ് ഞാൻ കോപ്പി ചെയ്യണം കേട്ടോ. ഇതില് ഫസ്റ്റത്തെ വാല്യൂലേ, ഇതിലത്തെ ഓരോ വാല്യൂസിന്റെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻഡെക്സ് വാല്യൂ, ഇൻഡെക്സ് നമ്പർ വെച്ചിട്ടായിരിക്കും മനസ്സിലാക്കുന്നുണ്ടാവുക. ഒരു ലിസ്റ്റില് ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട്സ് ഫ്രം 0 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് എൻഡ്സ് അറ്റ് ലിസ്റ്റിന്റെ ലെങ്ത് -1. ഓക്കെ, ക്ലിയർ അല്ലേ, ലിസ്റ്റ് ലെങ്ത് -1. ഇപ്പോ ഇതിന്റെ ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യണത് ഏതിലായിരിക്കും, 0, ഇത് 1 പൊസിഷൻ ആയിരിക്കും, ഇത് 2 ആയിരിക്കും, ഇത് 3 ആയിരിക്കും, ഇത് 4. ഓക്കെ, അപ്പൊ 0 to 4 ആണ് അതിന്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത്, പൊസിഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നമുക്ക് ലൂപ്പിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രിന്റ് ഫോർ ലൂപ്പ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്നൊരു ഹെഡിങ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. മറ്റേ നമുക്ക് ലൂപ്പിലിട്ട് കൊടുക്കാം. ഈ ഒരു ഡാറ്റ 1 എന്നുള്ളത് നമുക്ക് പ്രിന്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ വേണ്ട, ഡാറ്റ 1 വേണ്ട, ഏതായിരുന്നു, മൈ ലിസ്റ്റ് എന്നുള്ളത് നമുക്ക് പ്രിന്റ് ചെയ്യിക്കാം ഇവിടെ. ഓക്കെ, അതിനെന്ത് ചെയ്യാം, 4 ഇൻ ഐ ഈക്വൽ ടു, ഐ അല്ല, ഐ ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാട്ടെ, നമുക്കിപ്പോൾ ഇൻഡെക്സ് എന്ന് കൊടുക്കാം. ഇൻഡെക്സ് അല്ല നമ്മൾ ചെയ്യുന്നത്, ഇൻഡെക്സ് ഈക്വൽ ടു സ്റ്റാർട്ടിങ് എത്രയാ, 0. ദെൻ എന്ത് ചെയ്യുന്നു, ഇൻഡെക്സ് ലെസ് ദാൻ മൈ ലിസ്റ്റ് ഡോട്ട് ലെങ്ത്. മൈ ലിസ്റ്റ് ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ലിസ്റ്റിന്റെ ലെങ്ത് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ലിസ്റ്റ് ഡോട്ട് ലെങ്ത് എന്ന് പറയുന്നത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ലിസ്റ്റിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ വരുന്ന വാല്യൂ എത്രയായിരിക്കും, ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാ, 7 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇൻഡെക്സ് ലെസ് ദാൻ 7 എന്നുള്ളതായിരിക്കും ഇതിൽ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പ്രിന്റ് മൈ ലിസ്റ്റ് ഓഫ് ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ ഇതിൽ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ മൈ ലിസ്റ്റ് ഓഫ് 0 എന്നുള്ളത് ആദ്യം വരും, അപ്പൊ ഫസ്റ്റത്തെ വാല്യൂ പ്രിന്റ് ആവും. ദെൻ മൈ ലിസ്റ്റ് ഓഫ് 1 എന്നുള്ളത് വരും, സെക്കൻഡ് വാല്യൂ പ്രിന്റ് ആവും. മൈ ലിസ്റ്റ് ഓഫ് 2 എന്ന് വരും, തേർഡ് വാല്യൂ പ്രിന്റ് ആവും. അങ്ങനെ അങ്ങനെ പോയി വരും. അപ്പൊ ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ മൈ ലിസ്റ്റ് ഓഫ് 7 എന്നുള്ളത് വരും. അപ്പൊ എന്താണ് ആ കണ്ടീഷൻ അവിടെ
പുറത്തേക്ക് വന്നു, ഫോൾസ് ആയി ഇല്ലേ? എന്നുവെച്ചാൽ ലിസ്റ്റിന്റെ ലെങ്ത് ഇപ്പോൾ എന്താണ്, ടോട്ടല് 7 ആണ്. 1 2 3. ഞാൻ ഇവിടെ ഒന്ന് പ്രിന്റ് ചെയ്യിക്കാം, ഒരു മിനിറ്റ്. പ്രിന്റ് മൈ ലിസ്റ്റ് ഡോട്ട് ലെങ്ത്, ഇതൊന്ന് പ്രിന്റ് ചെയ്യിച്ചിട്ട് എന്താ വരണേന്ന് നോക്കാം കേട്ടോ. എവിടെ പോയി? 7 എന്നുള്ളത് വന്നു കണ്ടോ? ലിസ്റ്റിന്റെ ലെങ്ത് 7 ആണ്. അതേപോലെ തന്നെ താഴോട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വന്നു കണ്ടോ? ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, എനിക്കിപ്പം പോട്ടെ, ഞാൻ നിങ്ങൾക്ക് 2-3 ടാസ്കുകൾ തരാം. അതൊന്ന് ചെയ്ത് നോക്ക്. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ പറഞ്ഞാൽ മതി. ഇപ്പം 10 2 4 11 11 43 12 5 22 50. ഇതാണ് നമ്മുടെ ഒരു ലിസ്റ്റ് എന്ന് വിചാരിക്കാം. ഇതിൽ എത്ര ഈവൺ നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സ്. ഇതിൽ എത്ര ഈവൺ നമ്പേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ആട്ടോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കൗണ്ട് ക്ലിയർ അല്ലേ? രണ്ടാമത്തേന്ന് പറയുന്നത് ഇതിന്റെ സമ്മ് കാണണം. സം ഓഫ് എലമെന്റ്സ് ഇൻ ലിസ്റ്റ്. ഫോർ ലൂപ്പ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ ഇഫ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഈവൺ നമ്പേഴ്സിന്റെ കൗണ്ട് കണ്ടുപിടിച്ചില്ലേ, അതേപോലെ തന്നെ ഫൈൻഡ് ദ സം ഓഫ് ഈവൺ നമ്പേഴ്സ്. ഈ ലിസ്റ്റിലുള്ള ഈവൺ നമ്പേഴ്സിന്റെ സമ്മ് മാത്രമായിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതിൽ എത്ര ഫൈൻഡ് ദി കൗണ്ട് ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ്. പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ് വേണ്ട, അത് വേണ്ട, അതിലിപ്പോൾ നെഗറ്റീവ് നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ, പോട്ടെ. ഓക്കെ, അടുത്ത പ്രോഗ്രാം ഫൈൻഡ് ദി ലാർജസ്റ്റ് നമ്പർ. ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാം. ദെൻ അഞ്ചാമത്തെ ഒരു പ്രോഗ്രാം 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഫൈൻഡ് നമ്പർ വിച്ച് ആർ മൾട്ടിപ്ലൈസ് ഓഫ് 2. ഇത്ര പ്രോഗ്രാം നിങ്ങൾ ടാസ്ക് ആയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു. അതേപോലെ തന്നെ ഒരു ഫോർ ലൂപ്പിന് ജസ്റ്റ് എങ്ങനെ പ്രിന്റ് ചെയ്യിക്കാം എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ ലൂപ്പ് എക്സാമ്പിളൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ് അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ ഞാൻ ഈ പറഞ്ഞ 5 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നിങ്ങളിത് വീഡിയോ കണ്ട് പഠിക്കാൻ നോക്കുന്നവരാണ്, ജോബ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടാസ്ക് മസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നില്ല, എറർ അടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ വാട്സപ്പിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് വീഡിയോ വാച്ച് ചെയ്ത് മാത്രം പോരാ, ഞാൻ പറയുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോബിന് കയറാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഓ ഫൈൻ. നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ലിസ്റ്റിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ബേസിക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. ലിസ്റ്റ് ഈ ക്ലാസ് dart.dev എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു സൈറ്റിൽ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചിട്ടുണ്ടായിരിക്കും. ലിസ്റ്റ് ക്ലാസ് dart.dev എന്ന് പറഞ്ഞ സൈറ്റ് കേട്ടോ. ഇത് ഇതിലൊക്കെ ഉണ്ട്, പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ലിസ്റ്റില് വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേട്ടോ. ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഇവിടെ കണ്ടോ ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, അത് നമുക്ക് നോക്കാം. ലിസ്റ്റ് നമുക്ക് ഫ്ലട്ടർ ഒക്കെ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലിസ്റ്റ് വരുന്നത്. ഇപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ വേണമെങ്കിൽ പുതിയൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്യാം. ലിസ്റ്റ് x2. ഓക്കെ, void main. ഇനി എന്ത് ചെയ്തു, ഇതിനുള്ളിൽ ഇപ്പൊ നമുക്ക് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. വാർ list1 ഈക്വൽ ടു ലിസ്റ്റ് ഡോട്ട് എം ടി. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എം ടി ലിസ്റ്റ് ആണ്. ഓക്കെ, വാർ list1 ഈക്വൽ ടു ലിസ്റ്റ് ഡോട്ട് എം ടി. ഇറ്റ്സ് എൻ എം ടി ലിസ്റ്റ്. ഇനി ഈ എം ടി ലിസ്റ്റിന്റെ ഉള്ളിൽ ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ഗ്രോവബിൾ കോളൻ ഫാൾസ്. ഇത് ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ഇതിനുള്ളിലുള്ളത്. എന്ന് വെച്ചാൽ ഇനി വാല്യൂസ് ആഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ എം ടി ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി ഇതിലൂടെ ഇനി വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ ലിസ്റ്റിന്റെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ ഗ്രോവബിൾ ട്രൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ അതിൽ ഇനി വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഇത് ബൈ ഡീഫോൾട്ട് ആയിട്ടുള്ളതാണ്. ഇത് ഗ്രോവബിൾ ഈക്വൽ ടു ഫോൾസ് എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ.
അപ്പൊ ഇനി ഞാൻ ഗ്ലോബൽ ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഞാനിപ്പോ പ്രിന്റ് ലിസ്റ്റ് 1 ഒന്ന് പ്രിന്റ് ചെയ്യിക്കാം. എന്താ വരണേ നമുക്ക് നോക്കാം. അയ്യോ സോറി, ഇതല്ലേ റൺ ചെയ്തിട്ടില്ലല്ലോ. ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വന്നിട്ടുള്ളൂ. ഇനി ഞാനിപ്പോ ഇതിനുള്ളിലോട്ട് ഇനി വാല്യൂസ് ആഡ് ചെയ്യാം. നമുക്ക് എങ്ങനെ വാല്യൂസ് ആഡ് ചെയ്യാം? ലിസ്റ്റ് 1 ഡോട്ട് ആഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. 10 എന്ന് ഞാൻ കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? തൊട്ട് മുന്നത്തെ ലൈൻ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ അതിനുള്ളിലോട്ട് എന്താണ് 10 എന്നുള്ളത് വന്നു. ക്ലിയർ അല്ലേ? ഇനി ഇപ്പൊ ഞാൻ ഇതില് ഒരു പുതിയൊരു ലിസ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാണ്. ലിസ്റ്റ് 2 ഈക്വൽ ടു 1 2 3 എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എനിക്കിനി ഈ ഒരു ലിസ്റ്റ് ഈ ലിസ്റ്റ് 1 ആഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യും? ലിസ്റ്റ് 1 ഡോട്ട് ആഡ് ഓൾ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ആഡ് ഓളുടെ ഉള്ളില് ലിസ്റ്റ് 2 എന്നുള്ളത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഞാനിവിടെ പ്രിന്റ് ലിസ്റ്റ് 1 എന്നുള്ളത് ഞാൻ പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ റൺ ചെയ്ത് നോക്കാം. 1 2 3 എന്നുള്ളത് മുന്നത്തെ ലിസ്റ്റിലോട്ട് ആഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആഡ് കൊടുക്കുമ്പോൾ ഒരൊറ്റ വാല്യൂ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആഡ് ഓൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ലിസ്റ്റിന് തന്നെ നമുക്ക് അതിനുള്ളിലോട്ട് ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഞാനിവിടെ ഈ ഗ്ലോബൽ ഈക്വൽ ടു ട്രൂ എന്നുള്ളത് ഞാൻ കളയാണ് കേട്ടോ. എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. അപ്പൊ അതെ നമുക്ക് അവിടെ എറർ വന്നു കണ്ടോ. കാരണം എന്താ, അത് ബൈ ഡീഫോൾട്ട് ഇവിടെ ഗ്ലോബൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇതുമായി കേഴ്സ് ഓവർ ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പഠിച്ചാൽ നമുക്കത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ കണ്ടോ, ഗ്ലോബൽ ഈക്വൽ ടു ഫോൾസ് എന്ന് പറഞ്ഞിട്ടാണ് ലിസ്റ്റിനെ അവർ ഡിഫൈൻ ചെയ്ത് വെച്ചോക്കുന്നത്. ഓൾറെഡി ലിസ്റ്റ് ഡോട്ട് ഡാറ്റ എന്നുള്ളത് ബിൽറ്റിൻ ആയിട്ടുള്ള പേജ് ആണ്. അതിലെന്താണ്, ലിസ്റ്റിന്റെ ഉള്ളിൽ ഗ്ലോബൽ ഫോൾസ് ആയിട്ടാണ് ബൈ ഡീഫോൾട്ട് അവർ സെറ്റ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലിസ്റ്റിലോട്ട് വാല്യൂസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ട്രൂ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കത് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയും ഞാൻ ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊന്ന് മനസ്സിൽ വെക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇനി ബാക്കിയുള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാംസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം ത്രൂവോ വാട്സാപ്പ് ത്രൂവോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റ്സിൽ മെൻഷൻ ചെയ്യുക അത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്. എനിക്കും അറിയാം, അതേപോലെ ബാക്കിയുള്ളവർക്കും ചെയ്യാനായിട്ട് ഒരു എന്താ പറയാ, അവർക്കും ഒരു ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യും. ഇവരെ ചെയ്തോളൂ, അപ്പൊ എനിക്കും കൂടി ചെയ്യാലോ എന്നുള്ളൊരു ടെൻഡൻസി ബാക്കിയുള്ളവരിലും ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് കമന്റ്സിലും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് നോക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.